നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ മടി കാരണം ഒന്നും തന്നെ അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. അതിനുശേഷം ഈ ഒരു കാര്യം പ്രാവർത്തിയാക്കുക. നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നിങ്ങൾ ലൈഫിൽ ആരായിത്തീരാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ ഗോൾ എന്താണ്? എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. എനിക്ക് അതായിത്തീരണം എന്ന രീതിയിൽ നിങ്ങൾ അവിടെ കൃത്യമായി പറയുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ബുക്ക് തുറന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ എക്സാമിൻ്റെ ടൈമാണ് എങ്കിൽ ദിവസങ്ങളുണ്ട് എങ്കിൽ ഈ ദിവസം ഉണ്ടല്ലോ നാളെ ചെയ്യാമെന്ന രീതിയിൽ മാറ്റി വെക്കുന്ന ഒരു പ്രവണത ഉണ്ടാകും. ഇത് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും. ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്ന് ചെയ്യില്ല, നാളത്തേക്ക് മാറ്റി വെക്കും. ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരു ഡിസിഷനൊക്കെ എടുത്ത് ബെഡിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തീരുമാനിക്കുകയാണ് അതിരാവിലെ നാളെ ഉണരണം, എക്സസൈസ് ചെയ്യണം, ഇത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ഇത്ര ഭാഗം പഠിച്ചു തീർക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നു. അതിരാവിലെ ഒന്നില്ലെങ്കിൽ അലാറം അടിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ അലാറം ഇല്ലാതെ തന്നെ നിങ്ങൾ കണ്ണ് തുറന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു 5 മിനിറ്റ് കിടക്കാം, അതിനുശേഷം എണീച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരിക്കും. എന്നാൽ 5 മിനിറ്റ് പോയിട്ട് അത് 30 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കാം, 1 മണിക്കൂറിൽ കൂടുതലായിരിക്കാം. ഇതിന് ശേഷം നിങ്ങൾ എണീച്ച് വരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു ഇന്ന് ചെയ്തില്ല, നാളെ ചെയ്യാം, നാളെയും ദിവസം ഉണ്ടല്ലോ എന്ന രീതിയിൽ ചിന്തിക്കും. ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു. വൈകുന്നേരം ഇതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പഠിക്കുന്നു. നൈറ്റ് ഇതേ ഡിസിഷൻസ് എടുക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന പ്രോസസ്സ് ഒരേപോലെ പോവുകയല്ലാതെ ഈ കാര്യങ്ങൾ മാറാൻ പോകുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മാറണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അച്ഛനമ്മമാർ കൊണ്ടോ അവർ വന്ന് നിങ്ങളോട് പറയാണ് പഠിക്ക് പഠിക്ക്, പാരൻസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പഠിക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരാരും നിങ്ങളെ എത്ര ഉപദേശിച്ചാലും നിങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്യാതെ, നിങ്ങൾ പഠിക്കണമെന്ന് ഡിസിഷൻ എടുക്കാതെ ഒരിക്കലും ഒരാൾക്കും നിങ്ങളെ മാറ്റാൻ സാധിക്കില്ല. നിങ്ങളിവിടെ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ ലൈഫ് മാറുക തന്നെ ചെയ്യും. നിങ്ങളെ ഇപ്പോൾ കുറച്ച് നേരത്തെ സുഖത്തിന് വേണ്ടി കിടന്നുറങ്ങുന്ന ഈ ഒരു ടൈം നിങ്ങളെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൻ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ വ്യക്തികളും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവർ പഠിക്കുന്ന ലേണിംഗ് സ്റ്റൈൽസും ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് ഉറക്കെ വായിക്കേണ്ടി വരും, ചിലർക്ക് മനസ്സിൽ വായിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും. ചിലർ ക്ലാസ്സിൽ പോയി ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മൈൻഡിൽ എല്ലാം റെക്കോർഡ് ആയതുപോലെ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ വന്നൊന്ന് ജസ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ എല്ലാം റീകോൾ ചെയ്യാനും പറ്റുന്നവരും ഉണ്ടായിരിക്കും. ഓരോരുത്തരും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരാളെയും കോപ്പി ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈൽ യൂസ് ചെയ്യുക. നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ഈ 6 പോയിൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ടേക്ക് റെഗുലർ ബ്രേക്ക്. അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ബ്രേക്കൊന്നും എടുക്കാതെ നിരന്തരമായി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 1 മണിക്കൂറിൽ ഒരു 30 മിനിറ്റ് ആകുന്ന സമയത്ത് ഇരിക്കുന്നിടത്തു നിന്ന് ഒന്ന് ജസ്റ്റ് എഴുന്നേൽത്തതിന് ശേഷം ഒന്ന് നടക്കുക, വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, തിരിച്ച് വന്ന് ഒരു 5 മിനിറ്റിന് ശേഷം അവിടെ വന്നിരുന്ന് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ
കോൺസെൻട്രേഷൻ അവിടെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സ്കൂളുകളിലും കോളേജിലുമെല്ലാം ഓരോ പീരീഡ് 45 മിനിറ്റ് വെച്ചിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ് മറ്റൊരു സബ്ജക്റ്റ് എന്ന രീതിയിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ അതാണ്. ഒരു സബ്ജക്റ്റ് തന്നെ വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി നോക്കുക. അതായത് നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കും, അത് കൃത്യമായി തന്നെ ചിലപ്പോൾ വായിച്ച് പഠിക്കും, നിങ്ങൾ പല രീതിയിൽ അത് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾ എഴുതി നോക്കുക. എഴുതി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഏത് ഭാഗമാണ് എനിക്ക് നല്ല രീതിയിൽ അറിയുന്നത്, ഏത് ഭാഗമാണ് മിസ്സായി പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഭാഗം ഒന്നും കൂടെ വായിച്ച് നിങ്ങൾക്കവിടെ ആ ഒരു കാര്യത്തിനെ വീണ്ടും ഓർമ്മിച്ചെടുക്കാനും ആ ഒരു കാര്യം എളുപ്പത്തിൽ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങളുണ്ടാവും. ഈ ഭാഗങ്ങളെ സിമ്പിളായിട്ടുള്ള നോട്ടുകളായിട്ട് നിങ്ങൾ വളരെ ചുരുക്കത്തിൽ എഴുതി തയ്യാറാക്കി വെക്കുക. ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ പറഞ്ഞു നോക്കാം. അല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വ്യക്തതയോട് കൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ വീണ്ടും ഓർത്തെടുക്കാനും വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും. ഇത് നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടീച്ചിങ് സ്കില്ല് കൂടെ അവിടെ വളരും. അത് നിങ്ങളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം നിങ്ങളിൽ വന്നു ചേരും. പിന്നെ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ആ ഡിസ്ട്രാക്ഷൻസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതായത് അടുത്ത് മൊബൈൽ വെക്കുന്ന ശീലമുണ്ട് എങ്കിൽ ആ ഒരു മൊബൈൽ മാറ്റി വെക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, അതായത് കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഡിസ്ട്രാക്ഷൻ വരുന്ന ഒരു കാര്യം പോലും ആ ഒരു റൂമിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ മൈൻഡ് പല വിധത്തിൽ പല വഴിക്ക് പോകാതിരിക്കുക. അതായത് ഒരു സമയത്ത് ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് അവിടെ ടൈം മറന്ന് സംസാരിക്കും ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റിലേക്ക് വേണ്ടി എടുക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ വളരെ എളുപ്പത്തിൽ പോകുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ റൂമിൽ വെക്കാതെ മറ്റെവിടെയെങ്കിലും സൈലൻ്റാക്കി വെക്കുന്നതാണ് ഉചിതം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും, നല്ല രീതിയിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവരുടെ അടുത്ത് പോയിരുന്ന് അവർ പഠിക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ രീതികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അത് അവരെ കോപ്പി ചെയ്യാനല്ല പറഞ്ഞത്, അവരെ എങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ ഷോർട്ട് നോട്ടുകൾ എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിലേതാണോ പറ്റുന്ന കാര്യങ്ങളുള്ളത് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണ് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു കാര്യം നിങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ആറാമത്തെ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു പോകും. അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡീമോട്ടിവേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷനൊക്കെ. അപ്പോൾ കൃത്യമായി എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവറൊക്കെ കൂടുന്നതിന് സഹായിക്കും. ഒരു 10 മിനിറ്റെങ്കിലും ജസ്റ്റ് റിലാക്സായി എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ടുള്ള സ്ഥലത്തിരുന്ന് ഗൈഡഡ് മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നതൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സക്സസ് എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക.
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാകാം, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ് ആകുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു കാര്യവും ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു കാര്യം നേടിയെടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നേടിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴേ ചെയ്തു പോകുക, വിഷ്വലൈസേഷൻ ചെയ്തു പോകുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല റൈറ്റ് എന്താണ് റോങ് എന്താണ് എന്ന്. നിങ്ങൾ കൊടുക്കുന്ന മെൻ്റൽ ഇമേജസ് ആണ് അത് റൈറ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നത്. അപ്പം നിരന്തരമായിട്ട് നമ്മൾ ഒരേ കാര്യം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സക്സസ് ആവുന്നതായിട്ട് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. അപ്പോൾ അതിന് നമ്മൾ ഹാർഡ് വർക്കും വിഷ്വലൈസേഷനും മെഡിറ്റേഷനും ഇതെല്ലാം കൂടി ആകുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒന്നും കൂടെ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വീണ്ടും മടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലൊരു ഗോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ലൈഫിലൊരു ഗോളില്ല എങ്കിൽ അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിൽ എന്താണ്, നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഏത് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകണം, ആ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വന്നു ചേരുമെന്ന് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെ നേടിക്കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നോ പറഞ്ഞിട്ട് പിന്നെ അത് നേടിത്തരുന്ന പോലും ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് നടക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.